ഈ ക്ഷേത്രം വർഷങ്ങളോളം പഴക്കമുള്ളതാണെങ്കിലും ഈ ഒരു കുടുംബത്തിൻ്റെ വകയായി നടന്നിരുന്നതുകൊണ്ട് പുറമേ നിന്നുള്ള ആളുകൾ, ഈ ലോക്കലിലുള്ള ആളുകൾ മാത്രമേ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷം ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് പുറമേ ഒരു ചെറിയ രീതിയിലുള്ള പ്രചാരണം കിട്ടിയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ഒരു പ്രവർത്തനം ഇപ്പോൾ അമ്പലത്തിൽ നടന്നു വരികയാണ്. എങ്കിലും ക്ഷേത്രത്തിൻ്റേതായ ചുറ്റുപാടുള്ള വസ്തുക്കൾ അന്യാധീനപ്പെട്ടു പോയതുകൊണ്ട് അത് ക്ഷേത്ര വസ്തുക്കൾ തന്നെയായിരുന്നു. രാജാവ് ഒരു ചുറ്റൂര് പ്രകാരം നമുക്ക് അമ്പലത്തിലെ ആവശ്യത്തിലേക്ക് തന്നേക്കുന്നതാണ്. അത് അന്യാധീനപ്പെട്ടു പോയ ഒരു സ്ഥിതിയാണിപ്പോൾ. അത് തിരിച്ചെടുക്കുന്നതിന് വേണ്ട നടപടിക്ക് ഒരു നല്ല സാമ്പത്തിക ചെലവ് വരും. അതിനുള്ള ശ്രമവും കൂടി ഇതോടൊപ്പം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സൗഹാർദ്ദപരമായി തീരാനുള്ള മാർഗം അന്വേഷിച്ചിരിക്കുന്നു. പുരോഗതിക്ക് വേണ്ട നാട്ടുകാരുടെ സഹകരണം ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഉയർച്ച ഉണ്ടാവുമെന്നുള്ള രീതിയിൽ തന്നെ ഞങ്ങൾ വളരെ തൃപ്തികരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ വഴിയുടെ കാര്യത്തിലൊരു താൽക്കാലിക തീരുമാനമായിട്ടുണ്ട്. വഴിയുടെ കാര്യം ഇപ്പോൾ മുമ്പ് നമുക്ക് ഇവിടെ വഴിയില്ലായിരുന്നു. ഇപ്പോൾ വഴിയുടെ കാര്യം നമുക്ക് ഇപ്പോൾ അനൂപ് ജേക്കബിൻ്റെ MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച തുകകൊണ്ട് ഇന്ന് ആ വഴിയുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയാണ്. മണ്ണിട്ട് ഒരു വഴി ശരിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ കരിങ്കൽ കെട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സന്താനഗോപാലമൂർത്തി ക്ഷേത്രം ഈ നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ തന്നെ വളരെ കുറവായിട്ടുള്ള പ്രതിഷ്ഠയാണ്. ഈ പ്രതിഷ്ഠയെപ്പറ്റി പറയുകയാണെങ്കിൽ കുട്ടികൾക്കും സന്താനങ്ങളില്ലാത്തവർക്കും ഇത് വളരെ പ്രയോജനമായ അതിന് സാക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സന്താന ഗോപാല ഹോമം കുട്ടികൾക്ക് നമ്മളിവിടെ നടത്തുന്നുണ്ട്. അതുകൂടാതെ സന്താനപ്രദ ഹോമം എന്ന് പറഞ്ഞ ദമ്പതികൾക്ക് വേണ്ടി നടത്താൻ ഉള്ള സൗകര്യങ്ങളുണ്ട്. ഇതിനെല്ലാം കാരണം ഈ ക്ഷേത്രത്തിൻ്റെ ഉയർച്ച തന്നെയാണ്. എൻ്റെ ചെറുപ്പത്തിൽ ഈ ക്ഷേത്രം വളരെ ക്ഷയിച്ച് കിടക്കുന്ന ഒരു ക്ഷേത്രം നമ്മൾ ഈ നിലയിലാക്കി ഈ ക്ഷേത്ര സേവാ സമിതിയാണ് ഇത് ഏറ്റെടുത്തുകൊണ്ട് നടത്തി. അത് ഇപ്പോൾ വളരെ നല്ല രീതിയിൽ നടന്നു പോവുകയാണെന്നാണ് ഭക്തജനങ്ങളുടെ എല്ലാവരുടെയും സംഭാവനകളൊക്കെ കൊണ്ട്. ഒക്കത്ത് കുട്ടിയായിട്ടൊക്കെ ഇരിക്കുന്നത് ആണ്. അപ്പോൾ അതാണ് ഈ സന്താന ഒക്കത്തൊരു കുട്ടിയും കയ്യിൽ വെണ്ണയായിട്ടാണ് ഈ പ്രതിഷ്ഠ ഇരിക്കുന്നത്. ഒരു കയ്യിൽ വെണ്ണ എടുക്കാൻ പാകത്തിനും ഒക്കത്തൊരു കുട്ടിയായിരിക്കുന്ന ഒരു അപൂർവ പ്രതിഷ്ഠയാണിത്. ഇവിടെ ഔഷധ സേവ എന്നും പറഞ്ഞ് വർഷത്തിലൊരിക്കൽ ഔഷധ സേവയുണ്ട്. പിന്നെ കർക്കിടക മാസത്തിലാണ് ആ ഔഷധ സേവ, അവിൽ നിവേദ്യം, അവിൽ കിഴി നിവേദ്യം ചെയ്യുക. ഇതൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇത് കുറച്ചും കൂടി ജനങ്ങളിലേക്ക് എത്താൻ, ഈ ക്ഷേത്രം ജനങ്ങളിലേക്ക് എത്താൻ ഉള്ള ഒരു കുറവുണ്ട് ഇപ്പോൾ. അത് ഞങ്ങളിങ്ങനെ നികത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ പ്രണവ് വേദ എന്ന് പറഞ്ഞ ആ പുള്ളിയുടെ ഒരു സഹകരണത്തോടു കൂടി ഞങ്ങളിത് ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമല്ലേ. അപ്പോൾ ഇത് യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ നിരന്തരം നമുക്ക് കൊടുത്തെങ്കിലേ ഇതുപോലത്തെയുള്ള അമ്പലങ്ങളൊക്കെ ഈ കാലത്ത് നന്നാവുകയുള്ളൂ. അപ്പോൾ ഭക്തജനങ്ങൾ വളരെ കാര്യമായിട്ട് നമുക്കിവിടെ വരുന്നുണ്ട്, അവർ സഹായിക്കുന്നുണ്ട്. നിത്യനിദാനം നമ്മൾ പുതിയ ഒരു ക്ഷേത്ര മേൽശാന്തിക്ക് ഏൽപ്പിച്ച് ഞങ്ങളിത് നടത്തിക്കൊണ്ടു പോവുകയാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഇതാണ് ക്ഷേത്രത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അത്ര മെച്ചമല്ല. അത് നിത്യനിദാനം ഇങ്ങനെ വന്നു പോകുന്നു എന്നുള്ള ഒരു സിറ്റുവേഷനിലാണിപ്പോൾ ഉള്ളത്. അത് അല്ലാതെ നമുക്ക് ഇപ്പോൾ ഭഗവാനെ ഒരു പിടി മണ്ണ് എന്ന രീതിയിൽ ഞങ്ങളൊരു ക്യാമ്പയിൻ തുടങ്ങാൻ പോവുകയാണ്. അതും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഈ ക്ഷേത്രം വളരെ പുരോഗമിക്കും. അത് നമ്മുടെ ഈ ക്ഷേത്ര ഐശ്വര്യം ഉണ്ടാവും, ഈ ദേശത്തിനൊരു നാഥനാവും എന്നുള്ളതൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കട്ടെ എന്ന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്നുകൂടി പറയുക. അങ്ങനെ പേരെന്തായിരുന്നു? പ്രവി. നമസ്കാരം, എൻ്റെ പേര് ജയകുമാർ. ക്രോധമംഗലം ശ്രീ സന്താനഗോപാലമൂർത്തി ക്ഷേത്ര സേവാ സമിതിയിലെ സെക്രട്ടറിയാണ്. ഇവിടെ ഈ സമിതി രൂപീകരിച്ചിട്ട് 2 വർഷം ആകുന്നുള്ളൂ. ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം പ്രസിഡന്റും ക്ഷേത്രത്തിലെ പള്ളി മനഭാരവാഹിയും പറഞ്ഞാണ്. വളരെ ക്ഷയിച്ചു കിടന്നൊരു ക്ഷേത്രമാണ്. ക്ഷേത്രത്തിന് ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്കായിട്ട്. അപ്പോൾ അതിനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിഷ്ഠ ഒരു പ്രത്യേകതയുള്ള പ്രതിഷ്ഠയാണ്. കാരണം
സന്താനബാലമൂർത്തിയാണ്. വലത് കൈയിൽ വെണ്ണയും ഇടത് കൈയിൽ കുട്ടിയൊക്കത്ത് എടുത്തു വെച്ചിട്ടുള്ള ഒരു പ്രതിഷ്ഠയാണ്. ഉള്ള വിശേഷപ്പെട്ട പ്രതിഷ്ഠയാണ്. കേരളത്തിലെ വളരെ ചുരുക്കം മാത്രം കാണപ്പെടുന്ന ഒരു പ്രതിഷ്ഠാ സങ്കല്പം കൂടിയാണ് സന്താനഗോപാലമൂർത്തിയുടേത്. അപ്പോൾ സന്താനങ്ങളില്ലാത്തവർക്കും സൽഗുണ സന്താനങ്ങളെ ലഭിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള വിശേഷപ്പെട്ട പൂജകളൊക്കെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന വഴിപാടുകൾ, പൂജകളൊക്കെ അതൊക്കെ തന്നെയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ സന്താന ലബ്ധിക്കായിട്ടുള്ള നല്ല സന്താന ലബ്ധിക്കായിട്ടുള്ള പൂജകളുണ്ട്. നല്ല കുട്ടികളായിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക പൂജകളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പൂജാ വിശേഷങ്ങൾ. പിന്നെ ഭൗതിക സാഹചര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ക്ഷേത്രത്തിന് 2 ഏക്കർ 8 സെൻറ്റ് സ്ഥലം സ്വന്തമായിട്ടുണ്ട്. രാജാവ് പ്രത്യേക തിട്ടൂരപ്രകാരം ക്ഷേത്രത്തിന് മാത്രമായിട്ട് നൽകിയ ഭൂമിയാണ്. അത് ഇപ്പോൾ നമ്മുടെ കയ്യിലില്ല, അത് അന്യാധീനപ്പെട്ടു പോയി. അപ്പോൾ അത് തിരിച്ച് എടുക്കണമെന്നുണ്ട്. പലരുടെയും കയ്യിലാണ് ഇരിക്കുന്നത്. അതിന് സാമ്പത്തിക ചെലവുണ്ട്, വളരെ ഭീമമായ സാമ്പത്തിക ചെലവ് തന്നെയാണ് ഇതിന് വരുന്നത്. അപ്പോൾ ആ സ്ഥലം വാങ്ങിക്കണമെന്നുണ്ട് ക്ഷേത്രത്തിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഭയങ്കര പ്രയത്നമാണ് നടക്കുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളുടെ അടുത്തും നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അവരും പല നിർദ്ദേശങ്ങളൊക്കെ വച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഈ സ്വത്തുക്കൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പിടി മണ്ണ്, ക്രോസോത്തപ്പന് ഒരു പിടി മണ്ണ് എന്നുള്ളൊരു പദ്ധതി കമ്മിറ്റി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് മുന്നോട്ട് പോയി കൂടുതൽ ഫണ്ട് സമാഹരിച്ച് നഷ്ടപ്പെട്ടു പോയ ഭൂമി തിരിച്ചു പിടിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഈ ക്ഷേത്ര സേവാ സമിതി പ്രവർത്തിക്കുന്നത്. അതിനെല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം. പ്രത്യേകിച്ച് ക്ഷേത്രം വികസിക്കണം. ക്ഷേത്രം വികസിച്ചെങ്കിൽ മാത്രമേ ഈ പ്രദേശത്തുള്ള ഒരു ഐശ്വര്യവും വികസനവും സാധ്യമാകൂ എന്നുള്ളതുകൊണ്ട് തന്നെ കൂടുതൽ ജനങ്ങൾ ഇതിലേക്ക് വരേണ്ടതുണ്ട്. അവരെ ഈ പദ്ധതിയിലേക്ക് ക്ഷണിക്കുകയാണ്. സേവാസമിതിക്ക് വേണ്ടിയിട്ട് എല്ലാവരും സഹായിക്കണം, കഴിഞ്ഞ് തന്നെ സഹായിക്കണം എന്നൊരു അപേക്ഷയുണ്ട്. സഹായിക്കുക. ഈ ക്ഷേത്രത്തെ നാടിൻ്റെ ഒരു ഐശ്വര്യബിംബമായിട്ട് തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സഹകരണങ്ങളും പ്രവർത്തനങ്ങളും ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം. അത്തരത്തിലൊരു പ്രവർത്തനം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ക്ഷേത്രം എറണാകുളം ജില്ലയുടെ തെക്കേയറ്റത്ത് ചാലക്കാപ്പാറയ്ക്കും അരയങ്കാവിനും പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്.